രാജ്യസഭാ സീറ്റ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ച CPIയും കേരള കോൺഗ്രസ് എമ്മും LDFിലെ ഉഭയകക്ഷി ചർച്ചകൾ ഫലം കണ്ടില്ല, വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPMനെ അറിയിച്ചു. തർക്കമുണ്ടായാൽ കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്ന CPMന്റെ ആശങ്ക CPI മുഖവിലേക്ക് എടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഈ ഘട്ടം ഇനിയും ഉണ്ടാകും, അടുത്ത ഘട്ടം ഉണ്ടാകും. CPIക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിൽ ഇത്ര ഏത് വിഷയങ്ങളും ഉയർന്നു വന്നാൽ അതെങ്ങനെ ചർച്ച ചെയ്യണം, എങ്ങനെ പരിഹരിക്കണം, അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ കെൽപ്പുള്ള മുന്നണിയാണ് LDF. അതിൽ ഓരോ പാർട്ടിക്കും ആ രാഷ്ട്രീയ പക്വതയുണ്ട്, രാഷ്ട്രീയ വ്യക്തതയുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം LDF ആയിട്ട് ചർച്ച ചെയ്യും, LDF ആയിട്ട് പരിഹരിക്കും. രാജ്യസഭാ സീറ്റിന് പകരം മറ്റൊരു പദവി എന്നത് ചർച്ചയിൽ ഇല്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കി. മുന്നണി വിടും എന്നത് രാഷ്ട്രീയ ഗോസിപ്പാണെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഈ രാജ്യസഭാ സീറ്റ് യഥാർത്ഥത്തിൽ LDFന് ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണല്ലോ. കാരണം CPIക്ക് അവകാശവാദമുണ്ട്, അവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല. കേരള കോൺഗ്രസ് എമ്മും ഇതേ അവകാശവാദവുമായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ നിൽക്കുന്നു. എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഇടതുമുന്നണിയിൽ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുക? ആരുടെ ഭാഗത്ത് നിന്നും ഒരു വിട്ടുവീഴ്ചയാണ് CPIM പ്രതീക്ഷിക്കുന്നത്? എന്താണ് നിലവിലെ സാഹചര്യം? ഗോപികൃഷ്ണൻ, LDFിലെ ഒരു രാജ്യസഭാ സീറ്റിൽ 4 ഘടകകക്ഷികളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിച്ചത്. CPI, കേരള കോൺഗ്രസ് എം, RJD, JDS. ഇതിൽ 2 കക്ഷികളുമായി CPIയും അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മുമായിട്ടാണ് ഇന്ന് AKG സെന്ററിൽ ചർച്ച നടന്നത്. അത് ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനമായിരുന്നു. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഈ വിഷയത്തിലെ പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തണം എന്നുള്ളത്. ആദ്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടായിരുന്നു ചർച്ച നടത്തിയത്. അതിൽ CPI അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണ് CPIയുടെ ഇക്കാര്യത്തിലെ ആവശ്യം. ചർച്ചയിലെ ഒരു വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് എം ഒരുപക്ഷെ മുന്നണി വിട്ടുപോയേക്കാമെന്നുള്ള ആശങ്ക CPIM അറിയിച്ചു. മാത്രവുമല്ല, മുന്നണി ഒറ്റക്കെട്ടായി പോകാനുള്ള സഹകരണം ഉറപ്പാക്കണം എന്നുള്ള മുന്നണിയുടെ കെട്ടുറപ്പിന് സഹകരണം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന CPI അവിടെ നിലപാടെടുക്കുകയായിരുന്നു. പിന്നാലെയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയത്. നമുക്കറിയാം, കോട്ടയം സീറ്റ് കൂടി തോറ്റൊരു സാഹചര്യത്തിൽ പാർലമെന്റിൽ കേരള കോൺഗ്രസ് എമ്മിന് പ്രാതിനിധ്യമില്ല. മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ മുന്നണി വിട്ടുപോകാനുള്ള ആലോചന തരത്തിലേക്കുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. ഏതായാലും ഈ ചർച്ചയ്ക്ക് പിന്നാലെ പുറത്തിറങ്ങിയ ജോസ് കെ മാണി ഇക്കാര്യത്തിൽ പ്രതികരിച്ച പ്രധാനപ്പെട്ട കാര്യം, തങ്ങൾ UDFിൽ നിന്ന് പുറത്താക്കിയ ശേഷമാണ് LDFിലേക്കുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തത്. ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. അതേസമയം എല്ലാ കാര്യങ്ങളും, സീറ്റ് ആവശ്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPIM ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് തങ്ങൾ കരുതുന്നതെന്നും വിശ്വസിക്കുന്നതെന്നും ജോസ് കെ മാണി പറഞ്ഞു. കൂടാതെ ഏതെങ്കിലും തരത്തിൽ LDF ഇടുന്ന കാര്യം അത് ആലോചനയില്ല, അത് പൊളിറ്റിക്കൽ ഗോസിപ്പ് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ നാളെയോ മറ്റന്നാളോ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയാകാത്തതിനാൽ നാളെയോ മറ്റന്നാളോ CPIM നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും. തിങ്കളാഴ്ച LDF യോഗം ചേരുന്നുണ്ട്. അന്ന് ഈ തീരുമാനം അറിയിക്കുകയും ചെയ്യും. അതേസമയം RJDയോ JDSനെയോ ഇതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമില്ല. RJDയെ സംബന്ധിച്ച് അതൊരു പ്രഷർ പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഒരു സമ്മർദ്ദതന്ത്രമായി കൂടി അതിനെ വിലയിരുത്തുന്നവരുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായും കോഴിക്കോട് മേഖലയിലടക്കം അധിക സീറ്റിന് വേണ്ടിയുള്ള RJD ഒരു മുഴം മുന്നേറിയതാണോ എന്നുള്ള വിലയിരുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും, അത് അറിയിക്കുകയും ചെയ്യും. തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഷഫീദ് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും. ഏതായാലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനുമുള്ളത്. രാജ്യസഭാ സീറ്റിന് പകരം മറ്റൊരു പദവി എന്നത് ഒരു കാരണവശാലും ചർച്ചയിലില്ല എന്ന് വ്യക്തമാക്കുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. പല ധാരണകളുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു. എന്റെ വിശ്വാസം ഉചിതമായ തീരുമാനം CPM എടുക്കും എന്നാണ്. അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല. അങ്ങനെ ആരുടെ അടുത്തും ഒരു മുന്നണിയുടെ അടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല. അതിന്റെ ഒരു ആവശ്യവുമില്ല. അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് ആവുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുള്ളൂ. അപ്പൊ പെട്ടെന്ന് അതിന്റെ റീഡർഷിപ്പും അതുപോലെ വ്യൂവർഷിപ്പും കൂടുമായിരിക്കും.
ജോസ് കെ മാണിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. CPIM കേരള കോൺഗ്രസ് എമ്മും ഒരുപോലെ രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അവകാശവാദവുമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇതിന്റെ വാർത്തയും മറ്റു വിശദാംശങ്ങളും നൽകിയത്.